കടം കുറഞ്ഞിട്ടും വരുമാനം പലതും വെട്ടിക്കുറച്ചിട്ടും ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ കുറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ? വി ആർ സ്ട്രെങ്തനിങ് അവേഴ്സെൽഫ്. ഈ മിഡിൽ ഇൻകം കൺട്രീസിൻ്റെ ട്രാപ്പിൽ നിന്ന് പുറത്തു വരാൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പണം വേണം. ഞാൻ ഇപ്രാവശ്യം കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോഴും ഇതേ കാര്യം പറഞ്ഞു. മിഡിൽ ഇൻകം ട്രാപ്പിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ വളരെ പ്രധാനമാണ്. സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് സ്കീമുകൾ വേണം സ്പെസിഫിക്കായി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതില്ല. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും പ്രതിപക്ഷം പറയുന്നതാണ് കടം കൂടുന്നു. വാസ്തവത്തിൽ കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിൽ കടത്തിൻ്റെ വർധന ഏറ്റവും കുറഞ്ഞ സമയം ഇതാണ്. ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയിൽ ഞാൻ പറയണം, വളരെ ആത്മവിശ്വാസത്തോട് പറയുകയാണ്, ഇത്രയും കടം കുറഞ്ഞ ഒരു സമയം ഇല്ലയെന്ന് മാത്രമല്ല, അത് കുറേ അവരുടെ നിയന്ത്രണം കൊണ്ടായിരിക്കും. ആ കടം കുറഞ്ഞിട്ടും വരുമാനം പലതും വെട്ടിക്കുറച്ചിട്ടും ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ കുറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ? വി ആർ സ്ട്രെങ്തനിങ് അവേഴ്സെൽഫ്. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഞാൻ പൊളിറ്റിക്കലി പിന്നെ LDF-ൻ്റെ മന്ത്രിയാണ്, അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയമായിരിക്കും പറഞ്ഞത്. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ ആനുവൽ റിപ്പോർട്ട് ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റ് ജനറൽ AG അദ്ദേഹത്തിൻ്റെ AGയുടെ കഴിഞ്ഞ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ഡീക്കേഡൽ റിപ്പോർട്ട് അനാലിസിസ് 10 വർഷത്തെ ഇന്ത്യൻ സ്റ്റേറ്റുകളെ സംബന്ധിച്ചുള്ള ഫിനാൻസ്, അതിനകത്ത് കേരളത്തിൻ്റെ സ്ഥിതി എത്രയോ മെച്ചപ്പെട്ടെന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞങ്ങളുമായിട്ട് ഇത് തരാതെ തർക്കമൊക്കെ ഉള്ളപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ അവർ പറഞ്ഞു കേരള ഈസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളപ്പം ഗീബൽസ്യൻ തന്ത്രം പോലെ പറയുകയാണ് ഒരു വലിയ കടക്കടിയിലല്ല, ഇത്രയും അവർ തരാതെ ഇരുന്നിട്ടും കേരളം മുന്നോട്ട് പോകുന്നു, ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുന്നത് കേരളം ഫിനാൻഷ്യലി കുറച്ച് മെച്ചപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ ഈ പ്രൊജക്റ്റൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അടുത്തൊരു 10 വർഷക്കാലം കേരളത്തിൽ ഇതിൻ്റെ ഫലം നമ്മൾ കൊയ്യുന്ന ഇത് റൈപ്പായി. ഇപ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ബെനിഫിറ്റ് വരണമെങ്കിൽ ഒരു 5 കൊല്ലം കൊണ്ട് ധാരാളം വരും. അതിന് ചുറ്റുപാടുള്ള ഇൻഡസ്ട്രി വരും, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് വരും, അതിൻ്റെ ഇൻകം വരും. ഇത് വരുന്ന സമയമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ഇട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ചർച്ച ചെയ്യാതെ വെറും ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഭാവിയെപ്പറ്റി കാര്യങ്ങൾ നോക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിയുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ പോലും അതിൻ്റെ കൂടെ ചേർന്ന് കാണാം. രാഷ്ട്രീയമായി വിമർശിക്കേണ്ട കാര്യം പറയാം, പക്ഷേ എങ്ങനെയാണ് ഫ്യൂച്ചർ എന്നുള്ളതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ, കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല. അതുകൊണ്ട് കേരളത്തിലേക്ക് ലോകത്തു നിന്നൊക്കെ ആളുകൾ വന്നെത്തി ജോലി ചെയ്യാവുന്ന ഒരു സംവിധാനമായി, ഒരു കോസ്മോപൊളിറ്റൻ സ്റ്റേറ്റായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.